Hello, welcome to my channel. Today we are dealing about the most familiar topics in our business environment, that is stock market and stock market index. What is a stock market? എന്താണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റ്? സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു എൻവിറോൺമെൻ്റ് ആണ്, ബിസിനസ് എൻവിറോൺമെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് എൻവിറോൺമെൻ്റ് ആണ്. വേർ ഷെയർസ് ഓഫ് ദ പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസ്, പബ്ലിക് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയർസ് ട്രേഡ് ചെയ്യുന്ന ആ ഒരു എൻവിറോൺമെൻറ്റിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർസിൻ്റെ ട്രേഡിംഗ് ആണ് നടക്കുന്നത്. ട്രേഡിംഗ് നടക്കുമ്പോൾ നോർമലി അവിടെ പാർട്ടിസിപ്പൻസ് വേണം. ഈ ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള പാർട്ടിസിപ്പൻസ് വേണം. അപ്പോൾ പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയർസാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ തന്നെയാണ് ഫസ്റ്റ് പാർട്ടിസിപ്പൻറ്റ്. പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസാണ് ഇവിടുത്തെ ഫസ്റ്റ് പാർട്ടിസിപ്പൻറ്റ് എന്ന് പറയുന്നത്. അവരാണ് അവരുടെ ഷെയർസ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ അവർ ഷെയർസിൻ്റെ സെല്ലിങ്ങിന് വരുമ്പോൾ ആ ഷെയർസ് ബൈ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ് അവിടുത്തെ സെക്കൻഡ് പാർട്ടിസിപ്പൻസ്. ബൈ ചെയ്യാൻ വരുന്നത് മെയിൻലി ഇൻവെസ്റ്റേഴ്സാണ്. ഷെയർസിൽ ഇൻവെസ്റ്റ് നടത്തുന്ന ഇൻവെസ്റ്റേഴ്സാണ് സെക്കൻഡ് പാർട്ടിസിപ്പൻസ്. സോ ഈ പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസും ഇൻവെസ്റ്റേഴ്സും തമ്മിൽ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ല. ഇവരെ കണക്ട് ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടിയാണ്, ഒരു ഇൻ്റർമീഡിയറിയാണ്, ഒരു മിഡിൽ മാൻ ആണ്. അവരാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. ഈ പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസിനെയും ഇൻവെസ്റ്റേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നവരാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. ഇവർ തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. മറ്റൊരു പാർട്ടിസിപ്പൻ്റ് ആണ് സെബി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേം, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇവരെന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എൻറ്റയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യലാണ് സെബിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്താണ് അവിടുത്തെ അലൗഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, എന്താണ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റീസ്, എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യലാണ് സെബിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ ക്ലിയറിംഗ് ഹൗസസ് ഉണ്ട്, ട്രാൻസ്ഫർ ഷെയർസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മൾ അടുത്ത് പോകുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്? ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്, ഒരു സൂചികയാണ്. എന്തിനെ പറ്റിയിട്ട്? ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ഇൻഡിക്കേറ്ററാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസിനെയും ആക്ടിവിറ്റീസിനെയും എല്ലാം ഷോ ചെയ്യുന്നത് ഒരു ഇൻഡിക്കേറ്ററാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ പെർഫോമൻസിലൂടെ ആ ഒരു എക്കണോമിയുടെ പെർഫോമൻസിനും കൂടെ ഈ ഒരു ഇൻഡെക്സ് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്ററാണ് ടു ഷോ ദ പെർഫോമൻസ് ഓഫ് എ സ്റ്റോക്ക് മാർക്കറ്റ്. നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ടോപ്പിക്, ടോപ്പിക്സ്. എന്താണ് ടോപ്പിക്സ്? ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒരു ജപ്പാൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ്. ജപ്പാനിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെയാണ് നമ്മൾ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ടോക്കിയോ സ്റ്റോക്ക് പ്രൈസ് ഇൻഡെക്സ് ഈസ് കോമൺലി നോൺ ആസ് ടോപ്പിക്സ് along with Nikkei 225 is an important stock market index for the Tokyo Stock Exchange in Japan. TSC, ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ജപ്പാനിലുള്ള TSCയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെയാണ് നമ്മൾ ടോക്കിയോ സ്റ്റോക്ക് പ്രൈസ് ഇൻഡെക്സ് അഥവാ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതായത് ജപ്പാനിലുള്ള മറ്റൊരു ഇൻഡെക്സ് തന്നെയാണ് നിക്കി 225. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് വരുന്നത് ഇറ്റ് ഈസ് എ ഫ്രീ ഫ്ലോട്ട് അഡ്ജസ്റ്റഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെയ്റ്റഡ് ഇൻഡെക്സ്. ഫ്രീ ഫ്ലോട്ട് അഡ്ജസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്സിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ ഫ്രീ ഫ്ലോട്ട് അഡ്ജസ്റ്റഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെയ്റ്റഡ് ഇൻഡെക്സ്. ഇവിടെ കാൽക്കുലേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ വെയ്റ്റഡ് ഇൻഡെക്സ് ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഡൊമസ്റ്റിക് കോമൺ സ്റ്റോക്സ് ലിസ്റ്റഡ് ഓൺ ദ TSE ഫസ്റ്റ് സെക്ഷൻ. ഇവിടെ TSE ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ എന്നുള്ള ബേസിൽ ആണ് കാൽക്കുലേഷൻ നടത്തുന്നത്. അതുപോലെ ഫ്രീ ഫ്ലോട്ട് അഡ്ജസ്റ്റഡ് മെത്തേഡിലാണ്. ഫ്രീ ഫ്ലോട്ട് അഡ്ജസ്റ്റഡ് മെത്തേഡിനെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അതിന് മുന്നേ ജസ്റ്റ് ഒരു ഇൻട്രോ പറയുകയാണെങ്കിൽ, ഇവിടെ ഷെയർസ് സ്റ്റോക്കിൻ്റെ വാല്യൂ, കമ്പനിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഹോൾ ഷെയർസിന് എടുത്തിട്ടല്ല, സെർട്ടൈൻ നമ്പർ ഓഫ് ഷെയർസ്, പ്രൊമോട്ടേഴ്സ് അതുപോലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ള ഷെയർസിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആയിരിക്കും ഈ ഒരു ടോപ്പിക്സിന് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഫ്രീ ഫ്ലോട്ട് അഡ്ജസ്റ്റഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ ആയിട്ടാണ് കാൽക്കുലേഷൻ നടത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പറയുന്നത് ലാർജ് കമ്പനീസിൻ്റെ സ്റ്റോക്സ് ആണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫസ്റ്റ് സെക്ഷനിൽ ലാർജ് ആണെങ്കിൽ നമുക്ക് സെക്കൻഡ് സെക്ഷൻ ബൈ ഡീഫോൾട്ട് മനസ്സിലാവും സ്മോളർ. ലാർജറിൽ ഇൻക്ലൂഡ് ആവാത്ത സ്മോളർ ആയിട്ടുള്ള
സാധനങ്ങളായിരിക്കും നമ്മൾ സെക്കൻഡ് സെക്ഷനിൽ ഇൻക്ലൂഡഡ് ആവുക. ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ TSE, ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇതിൻ്റെ കാൽക്കുലേഷനും പബ്ലിക്കേഷനും എല്ലാം നടത്തുന്നത്. അപ്പോൾ ഒരു ബേസ് കമ്പനി, ഒരു ബേസ് ആയിട്ടുള്ള ഒരു ഡാറ്റ എടുക്കുക എന്ന് പറയുന്നത് 1968 നടന്നത്. ഇറ്റ് ഈസ് ബേസ് ഡേറ്റ് 1968 നടന്ന ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഇതിന് വന്നിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് 100 പോയിന്റ്സ് ആണ്. ഈ ഒരു ടോപ്പിക്സിൻ്റെ പോയിന്റ്സ് വന്നിരിക്കുന്നത് 100 പോയിന്റ്സ് ആണ്. ഈ ടോപ്പിക്സ് എപ്പോഴും ഷോസ് ദ കറൻറ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. കറൻറ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ് ഈ ടോപ്പിക്സ് ഷോ ചെയ്യുക. അപ്പോൾ ബേസ് ഡേറ്റിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 100 പോയിന്റ്സ്. അത് നമ്മളെപ്പോഴും കാൽക്കുലേഷന് ആവശ്യത്തിനാണ് നമ്മൾ ബേസ് ഡേറ്റ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വേറൊരു അഡ്വാൻറ്റേജ്. അതായത് കറൻറ്റ് മാർക്കറ്റിലുള്ള ക്യാപിറ്റലൈസേഷൻ വാല്യൂ ആയിരിക്കും എപ്പോഴും ടോപ്പിക്സ് ഷോ ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ TSE. ആൻഡ് ആസ് ഓഫ് 2011, നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കിട്ടിയിട്ടുള്ള ന്യൂസ് 2011 ഈ ഒരു കാൽക്കുലേഷൻ നടന്നത്. അവിടെ ആ സമയത്ത് 1669 കമ്പനീസിനെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്സ് കാൽക്കുലേഷന് നടന്നത്. ആ സമയത്ത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 197.4 ട്രില്യൺ ആണ് ഈ ഒരു ഇൻഡെക്സ് വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഇൻട്രഡക്ഷൻ സെക്ഷനിൽ പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ടോപ്പിക്സിൻ്റെ ഗ്രാഫാണ് പറയുന്നത്. ഗ്രാഫിൽ ഇറ്റ് ഷോസ് ബോത്ത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്, അതായത് ഓരോ ടൈമിലും ടോപ്പിക്സ് അപ്വേർഡും ഡൗൺവേർഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് ഈ ടോപ്പിക്സിൻ്റെ ഗ്രാഫിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ 1969 TSE ബിഗിൻ ടു കാൽക്കുലേറ്റ് ആൻഡ് പബ്ലിഷ്. ടോപ്പിക്സ് ആദ്യമായിട്ട് കാൽക്കുലേഷനും ബിഗിൻ ചെയ്തത് ആൻഡ് പബ്ലിക്കേഷൻ ബിഗിൻ ചെയ്തത് 1969 ജൂലൈയിലാണ്. ആ സമയത്താണ് ടോപ്പിക്സ്, അതുപോലെ ടോപ്പിക് സെക്ടർ ഇൻഡെക്സ്, അതായത് ടോപ്പിക്സിൻ്റെ ഓരോ സെക്ടർ വൈസ് ഉള്ള ആ ഒരു ഇൻഡിക്കേഷനും അതുപോലെ ടോപ്പിക്സിൻ്റെ ഇൻഡിക്കേഷനും നടന്നത്. അതുപോലെ തന്നെ 1969 ഓഗസ്റ്റിൽ, ജൂലൈയിൽ ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് 1969 ഓഗസ്റ്റിലാണ് സെക്കൻഡ് സെക്ഷൻ്റെ കാൽക്കുലേഷൻ നടന്നതും അതുപോലെ പബ്ലിക്കേഷൻ നടന്നതും. അതുപോലെ 1988 അതിൻ്റെ ഫ്യൂച്ചർ ട്രേഡ് ബിഗിൻ ചെയ്തു. അതുപോലെ ഓപ്ഷൻ ട്രേഡ് 1989 ബിഗിൻ ചെയ്തു. അതൊക്കെയാണ് ഹിസ്റ്ററി ഡാറ്റയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ 2006 ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ കസ്റ്റം ഇൻഡെക്സ് ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി has been developed. Then 2009 ഇതിൻ്റെ 40th ആനിവേഴ്സറി സെലിബ്രേഷൻ, ടോപ്പിക്സിൻ്റെ 40th ആനിവേഴ്സറി സെലിബ്രേഷൻ നടന്നു. അതൊക്കെയാണ് മെയിനായിട്ട് ഹിസ്റ്ററിയിൽ നമുക്ക് എടുത്തു പറയാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നതാണ് ഫ്രീ ഫ്ലോട്ട് ഇൻഡെക്സ്. നമ്മൾ നേരത്തെ ഡെഫിനീഷനിൽ കേട്ടു, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ കേട്ടൊരു ടോപ്പിക്കാണ് ഫ്രീ ഫ്ലോട്ട് ഇൻഡെക്സ്. എന്താണ് ഫ്രീ ഫ്ലോട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു, the index transactions from a system where company's weighting index is based on total number of shares outstanding to a weighting based on the number of shares available for trading. അതായത് ഇപ്പോൾ കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ഷെയർസ് ഫോർ ട്രേഡിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെയ്റ്റഡ് ബേസ്ഡ് കാൽക്കുലേഷൻ ആയിരിക്കും ഈ ഫ്രീ ഫ്ലോട്ട് ഇൻഡെക്സിൽ നടക്കുന്നത്. അത് തന്നെയാണ് ഈ ഒരു ഫ്രീ ഫ്ലോട്ട് ഇൻഡെക്സിൻ്റെ മെയിനായി ഹൈലൈറ്റ്. അതായത് കമ്പനിയുടെ വാല്യൂ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കറൻ്റ്ലി അതായത് നമ്മൾ പറഞ്ഞു ഇത് കറൻറ്റ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, കറൻറ്റ് മാർക്കറ്റ് വാല്യൂ ആണ് ഷോ ചെയ്യുക. അപ്പോൾ കറൻ്റ് ആയിട്ട് നമ്പർ ഓഫ് ഷെയർസ് അവൈലബിൾ ഫോർ ട്രേഡിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആയിരിക്കും എപ്പോഴും ടോപ്പിക്സിൽ നടക്കുക. അതാണ് ഈ ഒരു ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസിഷൻ നമ്മൾ 3 phases ആയിട്ടാണ് ടേക്ക് പ്ലേസ് ചെയ്തത്. അറൗണ്ട് 1 year എടുത്ത ഒരു 3 phase ട്രാൻസിഷനാണ് ഈ ഒരു ഫ്രീ ഫ്ലോട്ട് ഇൻഡെക്സിൽ നടന്നത്. അതുപോലെ ഓൾദോ ദിസ് ട്രാൻസാക്ഷൻ ഈസ് എസെൻഷ്യലി എ ടെക്നിക്കാലിറ്റി ആൻഡ് ഇറ്റ് ഹാസ് എ സബ്സ്റ്റൻഷ്യൽ ഇമ്പാക്റ്റ് ഓൺ ദ ആക്ച്വൽ വെയ്റ്റ് ഓഫ് ദ കമ്പനീസ് ലിസ്റ്റഡ് ഇൻ ദ ഇൻഡെക്സ്. അതായത് ഈ ഒരു ടെക്നിക്കാലിറ്റി അല്ലെങ്കിൽ ഒരു ടോപ്പിക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യണ കമ്പനീസിൻ്റെ ലിസ്റ്റഡ് ആയിട്ടുള്ള ഷെയർസ് അതുപോലെ അതിൻ്റെ ആക്ച്വൽ വെയ്റ്റ് ആണ് ഈ ഒരു ഫ്രീ ഫ്ലോട്ട് ഇൻഡെക്സിലൂടെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഷോ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ്, അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു കറൻ്റ് ആയിട്ടുള്ള വാല്യൂസാണ് ഷോ ചെയ്യുന്നത്. കാരണം ഈ ഒരു കറൻറ്റ് വാല്യൂ ഷോ ചെയ്യുന്നതിന് മെയിൻലി പറയുന്നത് വെച്ചാൽ ഈ കമ്പനി അവരുടെ ഷെയർസ് പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഹോൾഡ് ചെയ്യാനായിട്ട് കൊടുക്കും.
അപ്പോൾ ഹോൾഡ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേഷനിൽ കറൻറ്റ് ആയിട്ടുള്ള ഷെയർസിനെ മാത്രം എടുക്കുമ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യാൻ എത്ര നമ്പർ ഓഫ് ഷെയർസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു റേഷ്യോ കൂടെ നമുക്ക് കിട്ടും. കാരണം നമ്മൾ ടോട്ടൽ വാല്യൂ എന്നാണ് കറൻറ്റ് വാല്യൂവിനെ മാത്രം എടുത്ത് കാൽക്കുലേഷൻ നടത്തുന്നത്, കറൻറ്റ് വാല്യൂ ഓഫ് ദ കമ്പനി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹോൾഡിംഗ് പവർ, അതായത് ഈ ഒരു ഷെയർസ് ഹോൾഡ് ചെയ്യണതിൻ്റെ ഒരു പവർ കൂടെ ഈ ഒരു കാൽക്കുലേഷനിലൂടെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ജപ്പാനിലും അതുപോലെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും അവരവരുടെ ഷെയർസ് ഹോൾഡ് ചെയ്യാൻ പുറത്ത് കൊടുക്കുന്നത് പോലെ മറ്റുള്ള ലാർജ് മെജോറിറ്റി ഓഫ് കമ്പനീസിൻ്റെ ഷെയർസ് അവർ ഹോൾഡ് ചെയ്യുകയും ചെയ്യും. ബിസിനസ് പാർട്ട്നേഴ്സിൻ്റെ ഷെയർസ് അവർ ഹോൾഡ് ചെയ്യുകയും ചെയ്യും. ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ മെയിൻറ്റെയിനിങ് എ സ്ട്രോങ് ബിസിനസ് റിലേഷൻഷിപ്പ്. ഒരു സ്ട്രോങ് ബിസിനസ് റിലേഷൻഷിപ്പ് മറ്റുള്ള ബിസിനസ് പാർട്ട്നേഴ്സായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് അവർ മറ്റുള്ളവരുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കണക്ഷനിലൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു നമ്മൾ മറ്റുള്ളവരുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ, നമ്മുടെ കറൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മറ്റുള്ളവരുടെ ഷെയർസിൻ്റെ വാല്യൂയും കൂടെ ഇൻക്ലൂഡഡ് ആവേണ്ട ആവശ്യമില്ല. അത് കാരണം കൊണ്ടാണ് നമ്മളിവിടെ ഷെയർസ് ട്രേഡിങ്ങിന് അവൈലബിൾ ആയിട്ടുള്ള ഷെയർസിൻ്റെ കാര്യം മാത്രം എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു ഫ്രീ ഫ്ലോട്ട് ഇൻഡെക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജും. ഇറ്റ് വിൽ ഗീവ്സ് ദ current data of the stocks or the current value of the companies in that stock market. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്ടർ ഇൻഡീസസ് ഓഫ് ടോപ്പിക്സ്. സെക്ടർ ഇൻഡീസസ് ഓഫ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒരു ടോപ്പിക്സിൽ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഈ ടോപ്പിക്സിന് ഒരുപാട് സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അതായത് ഓരോ കമ്പനീസിനെയും അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ടോപ്പിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെക്ടർ വൈസ് ഓരോ ഇൻഡസ്ട്രിയൽ ബേസ് ചെയ്തിട്ടുള്ള സെക്ടർ വൈസ് കാൽക്കുലേഷൻ ആയിരിക്കും നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ദി സെക്ടർ ഇൻഡീസസ് ഓഫ് ടോപ്പിക്സ് ആർ കമ്പോസ്ഡ് ഓഫ് ഇൻഡീസസ് ക്രിയേറ്റഡ് ബൈ ഡിവൈഡിങ് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ടോപ്പിക്സ് ഇൻറ്റു 33 കാറ്റഗറീസ്. ഇവിടെ നമ്മൾ ഇൻവോൾവ് ചെയ്യണ ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കാറ്റഗറീസ് എന്ന് പറയുന്നത് 33 ആണ്. 33 നമ്പർ ഓഫ് കാറ്റഗറീസ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഒരു സെക്ടറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് സെക്ടറിൽ ഇറ്റ് ഇൻവോൾവ്സ് 33 കാറ്റഗറീസ്. അപ്പോൾ ഈ 33 കാറ്റഗറീസിലുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മളയച്ചല്ല ഡിവൈഡ് ചെയ്യുക. ഇറ്റ് ഈസ് ഡിവൈഡഡ് അക്കോർഡിംഗ് ടു ദ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് വിച്ച് ഈസ് ഡിഫൈൻഡ് ബൈ ദ സെക്യൂരിറ്റി ഐഡൻറ്റിഫിക്കേഷൻ കോഡ് കമ്മിറ്റി. അവർ ഡിഫൈൻ ചെയ്ത ഒരു സെക്ടർ വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക്സിൻ്റെ ഓരോ സെക്ടറിലുള്ള കാറ്റഗറീസിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം, അതായത് ഏതൊക്കെ കാറ്റഗറീസിനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളത് സെക്യൂരിറ്റി ഐഡൻറ്റിഫിക്കേഷൻ കോഡ് കമ്മിറ്റി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു തീരുമാനത്തിൽ കൂടി ആയിരിക്കും നമ്മൾ ഇതിനെ കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഈ ഒരു കാറ്റഗറീസിൽ ഇൻവോൾവ് ചെയ്യുന്നതും ദ ഇൻക്ലൂഡ് ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു, അതായത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു ഏരിയയിൽ മാത്രമല്ല ഇത് ലിമിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് കൺസ്ട്രക്ഷൻ, ടെക്സ്റ്റൈൽസ്, ഇലക്ട്രിക് പവർ, ഗ്യാസ്, ലാൻഡ്, എയർ ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. പക്ഷേ ഈ ഒരു കാറ്റഗറീസിൽ മാത്രം ഇത് ലിമിറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് വൈഡാണ്, അത് ഒന്നും കൂടെ വൈഡാണ്. പക്ഷെ നമ്മൾ മെയിൻലി എടുക്കുമ്പോൾ പറയുന്നത് ഈ ഒരു കാറ്റഗറീസ് ആയിട്ടാണ് പറയുക. പക്ഷേ ഇതിൽ തന്നെ ഒരുപാട് എക്സ്റ്റൻഷൻ, ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഉണ്ട്. അതാണ് സെക്ടർ ഇൻഡീസസ് എന്ന് പറയുക. അതായത് ടോപ്പിക്സിനെ നമ്മൾ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ സെക്ടേഴ്സ് തന്നെ ഡിവൈഡ് ചെയ്യുന്നത് നമ്മുടെ കമ്പനീസ്, അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന ഓരോ കമ്പനീസിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കാറ്റഗറീസിനെയും കൂടി ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെക്ടർ വൈസ് ഈ ഒരു ടോപ്പിക്സിൻ്റെ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ സെക്ടേഴ്സിൻ്റെയും സെപ്പറേറ്റ് വാല്യൂ കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു സിഗ്മ ആയിട്ടായിരിക്കും നമ്മൾ ടോട്ടൽ ടോപ്പിക്സിൻ്റെ വാല്യൂ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ് കാൽക്കുലേഷൻ ഫോർമുലയാണ്. അതായത് ഇവിടെ കാൽക്കുലേഷൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഫ്രീ ഫ്ലോട്ട് അഡ്ജസ്റ്റഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കാൽക്കുലേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഇൻഡെക്സ് ഈസ് ഡിനോമിനേറ്റഡ് ഇൻ പോയിൻറ്റ്സ് ആൻഡ് ഈസ് കാൽക്കുലേറ്റഡ് ഇൻ സെക്കൻഡ് ഡെസിമൽ പ്ലേസ്. അങ്ങനെയാണ് ഇവിടെ കാൽക്കുലേഷൻ ഡിനോമിനേറ്റഡ് ആണ്, അതുപോലെ തന്നെ പോയിൻറ്റ്സിനെ ഡിനോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കാൽക്കുലേഷൻ ഈസ് ഓൺ സെക്കൻഡ് ഡെസിമൽ പ്ലേസ്. ഇവിടെ ഇൻഡെക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് CMV, കറൻറ്റ് മാർക്കറ്റ് വാല്യൂ ബൈ ബേസ് മാർക്കറ്റ് വാല്യൂ, BMV, കറൻറ്റ് മാർക്കറ്റ് വാല്യൂ ബൈ ബേസ് മാർക്കറ്റ് വാല്യൂ ഇൻറ്റു ബേസ് പോയിൻറ്റ്സ്. നമ്മൾ പറഞ്ഞു നമ്മളിവിടെ ബേസ് പോയിൻ്റ് ആയിട്ട് എടുക്കുന്നത്, ബേസ് ഇയർ ആയിട്ട് എടുക്കുന്നത് 1968 ആണ്. അതുപോലെ ബേസ് പോയിൻ്റ് ആയിട്ട് എടുക്കുന്നത് 100 പോയിൻറ്റ്സ്, ആ ഇയറിൽ വന്ന 100 പോയിൻറ്റ്സ് ആണ് നമ്മളിവിടെ ബേസ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്.
ഇനി കറൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ സിഗ്മ ഓഫ് നമ്പർ ഓഫ് ഷെയർസ് ഫോർ ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഇൻറ്റു സ്റ്റോക്ക് പ്രൈസ്. അതായത് ഓരോ ഷെയർസ്, അതായത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻറ്റ്, ഓരോ പാർട്ടിലും ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ഷെയർസ് ആണ് ഉണ്ടാവുക. ഈ ഒരു നമ്പർ ഓഫ് ഷെയർസ്, അതായത് ഓരോ പാർട്ടിലുള്ള നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഓരോ പാർട്ടിൽ വരുന്ന ആ സ്റ്റോക്കുകളുടെ പ്രൈസിനും ഇൻറ്റു ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ വാല്യൂസ് കണ്ടിട്ടാണ് നമ്മൾ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ എടുക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഓരോ സെക്ടേഴ്സിലും ഇത്രയും നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടാവും. ആ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു അതിൻ്റെ പ്രൈസ് ചെയ്തിട്ടുള്ള ഒരു സിഗ്മയാണ് ടോട്ടൽ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഈ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ദ ബേസ് വാല്യൂ ഇൻ ദ ബേസ് പോയിൻ്റ് ഇൻറ്റു ബേസ് പോയിൻ്റ് ആണ് ഇതിൻ്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ്. നമ്പർ ഓഫ് ഷെയർസ് യൂസ്ഡ് ഫോർ ഈച്ച് ഇൻഡെക്സ് കാൽക്കുലേഷൻസ് ഫോർ ഈച്ച് സ്റ്റോക്ക്. ഓരോ സ്റ്റോക്കിലും വരുന്ന നമ്പർ ഓഫ് ഷെയർസിൻ്റെ കാൽക്കുലേഷൻ, അതായത് ഓരോ കാറ്റഗറീസ്, ഓരോ സെക്ടേഴ്സ് അല്ലെങ്കിൽ ഓരോ സ്റ്റോക്കുകളായിട്ടാണ് നമ്മൾ കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ നടത്തുക. അപ്പോൾ കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് ഓരോ സ്റ്റോക്കുകളിലും എത്ര നമ്പർ ഓഫ് ഷെയർസ് വരുന്നുണ്ടെന്നുള്ള കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ സെക്ടറിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്ര വരുന്നുണ്ട് ഇൻറ്റു അതിൻ്റെ FFW റേഷ്യോ. FFW റേഷ്യോ എന്ന് പറയുന്നത് ഫ്രീ ഫ്ലോട്ട് വെയ്റ്റഡ് റേഷ്യോ, അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫ്രീ ഫ്ലോട്ട് റേഷ്യോ ഇൻറ്റു ചെയ്യണം ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു കറൻ്റ്ലി അവൈലബിൾ ഷെയർസ് ഫോർ ട്രേഡിങ്ങിന് ഇൻറ്റു ചെയ്തിട്ടായിരിക്കും ഓരോ ഷെയർസിലും ഓരോ സ്റ്റോക്കിലും എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്പർ ഓഫ് ഷെയർസ് യൂസ്ഡ് ഫോർ ഈച്ച് ഇൻഡെക്സ് കാൽക്കുലേഷൻസ് ഫോർ ഈച്ച് സ്റ്റോക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ക്രൈറ്റീരിയ. അതായത് ഇവിടെ ഓരോ സ്റ്റോക്കുകളെയും സെലക്ട് ചെയ്യാനായിട്ട് ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള പ്രോസസ്സായിട്ടാണ് നമ്മളിവിടെ ഓരോ സ്റ്റോക്കുകളെയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പിക്സിന് ആദ്യം ഒരുപാട് കാറ്റഗറീസ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കണം. അതായത് ടോപ്പിക്സിന് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ടോപ്പിക്സ് സ്മോൾ, ടോപ്പിക്സ് ക്രോർ 30, ടോപ്പിക്സ് ലാർജ് 70, ടോപ്പിക്സ് മിഡ് 400, ടോപ്പിക്സ് 1000 എന്ന് പറയുന്നത് ഫൈനലായിട്ടാണ്. ഇതിൽ എല്ലാത്തിലും ക്രൈറ്റീരിയാസ്, ഇതിൽ ഓരോന്നിലും ഇൻക്ലൂഡഡ് ആവാൻ ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റോക്കുകളായിരിക്കും ലാസ്റ്റ് നമ്മൾ 1000ലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പം ന്യൂലി ലിസ്റ്റഡ് കമ്പനീസിനെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ആ ഫസ്റ്റ് സെക്ഷനിൽ ഉള്ള സ്റ്റോക്കുകളായിരിക്കും നമ്മൾ ടോപ്പിക് സ്മോളിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് ന്യൂലി ലിസ്റ്റഡ് കമ്പനീസ്, TSEയുടെ ന്യൂലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഫസ്റ്റ് സെക്ഷനിലുള്ള സ്റ്റോക്സിനെ ആയിരിക്കും നമ്മൾ ടോപ്പിക് സ്മോളിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റിൽ include stocks with a large free float, adjusted market capitalization and trading value. Large free float value മാർക്കറ്റ്, അതായത് ഫ്രീ ഫ്ലോട്ട് അഡ്ജസ്റ്റഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വാല്യൂ ഉള്ളതും അതുപോലെ തന്നെ ലാർജ് ട്രേഡിംഗ് വാല്യൂ ഉള്ള ഷെയർസ്. ന്യൂലി ലിസ്റ്റഡ് ഒരു സെക്ഷൻ, അത് സ്മോളർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാർജ് ഫ്രീ ഫ്ലോട്ട് അഡ്ജസ്റ്റഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അതുപോലെ ലാർജ് ട്രേഡിംഗ് വാല്യൂ ഉള്ള ഷെയർസിനെ ആയിരിക്കും നമ്മൾ ടോപ്പിക്സ് ക്രോർ 30, ലാർജ് 70, മിഡ് 400ലേക്ക് ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ സ്റ്റോക്സ് ന്യൂലി ലിസ്റ്റഡ് കമ്പനീസ് അതായത് നമ്മൾ സ്മോളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഷെയർസ് ഉണ്ട്, ന്യൂലി ലിസ്റ്റഡ് കമ്പനീസിൻ്റെ സ്റ്റോക്സ് ഉണ്ടല്ലോ, ആ സ്റ്റോക്സിന് ഈ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ, ഒരു കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അതിനെ നമ്മൾ ഈ ടോപ്പിക്സ് 30, ക്രോർ 30, ലാർജ് 70, മിഡ് 400ൽ ഇൻക്ലൂഡ് ചെയ്യുക. അങ്ങനെ അതിലേക്ക് ഈ ക്രൈറ്റീരിയ ബേസിൽ ഈ ടോപ്പിക് സ്മോളിലുള്ളത് ഇൻക്ലൂഡഡ് ആയാൽ നെക്സ്റ്റ് അതിൻ്റെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താലാണ് ഇത് ടോപ്പിക്സ് 1000ലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ സ്റ്റോക്കുകൾ ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇതിനൊരിക്കലും ടോപ്പിക്സ് 1000ലേക്ക് ഇൻക്ലൂഡഡ് ചെയ്യില്ല. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ സ്റ്റോക്സിനെ ടോപ്പിക്സിൽ കാറ്റഗറൈസ്, അതായത് സെലക്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്മോളിലേക്ക് എല്ലാ ന്യൂലി ലിസ്റ്റഡ് കമ്പനീസിൻ്റെ എടുക്കും. അതിനുശേഷം ലാർജ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് വാല്യൂ ഉള്ളതിനെ നമ്മൾ 30ലേക്ക് എടുക്കും, 70 അതിലേക്കെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. ഇതെല്ലാം ഒരു കോമൺ സെക്ഷനായിട്ടാണ് വരുന്നത്. അതിന് ശേഷം ഇത് സ്മോളിൽ വരുന്നത് ഈ 30, 70, 400ലേക്കുള്ള ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും, അതിലൂടെ 1000ലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. ഇത് ക്രൈറ്റീരിയ ഈ സ്റ്റോക്കുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇതിനെ ടോപ്പിക്സ് 1000ലേക്ക് ആഡ് ചെയ്യുന്നതല്ല. ഇതാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫൈനൽ
പോയിന്റ്, നമ്മൾ നോക്കാൻ പോകുന്ന ഫൈനൽ പോയിന്റാണ് ടോപ്പിക്സിന് അഡ്വാൻറ്റേജ്. മറ്റുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് വൺ ഓഫ് ദ ലാർജസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്, ജപ്പാനിലുള്ള ഒരു ലാർജ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആണ് ടോപ്പിക്സ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ വൈസ് നോക്കുകയാണെങ്കിലും ലണ്ടൻ, ന്യൂയോർക്ക്, അതുപോലെ ജപ്പാനിലുള്ള മറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെ നോക്കുകയാണെങ്കിൽ ഇതൊരു കറക്റ്റ്, അതായത് ഇറ്റ് വിൽ ഗീവ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡാറ്റ. അതായത് മറ്റുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു മോസ്റ്റ് റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ, മോസ്റ്റ് റെലവൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ്, അതായത് കുറച്ച് ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ നമുക്ക് കാൽക്കുലേഷൻ ആയാലും നമുക്ക് മനസ്സിലാവാനായിട്ടും എളുപ്പമായിട്ടുള്ള ഒരു ഡാറ്റയാണ് ടോപ്പിക്സ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് കൺസിഡർ ആസ് മോർ അപ്രോപ്രിയേറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഓഫ് ജപ്പാൻ. അതായത് നിക്കി 225 കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു മോർ അപ്രോപ്രിയേറ്റ്, മോർ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആയിട്ടാണ് പറയുന്നത്. ബിക്കോസ് ഇതെന്ന് പറയുന്നത് പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഷോ ചെയ്യുന്ന ഒരു റിഫ്ലക്ടറാണ് ഈ ടോപ്പിക്സ്. അതുപോലെ തന്നെ ലാർജ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ എല്ലാ സംഭവം, ലാർജ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ട്രേഡിംഗ് എല്ലാം ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിലൂടെയാണ് നടക്കുന്നത്. അപ്പം മെയിനായിട്ട് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് അപ്രോപ്രിയേറ്റ്, ജപ്പാനിൽ അപ്രോപ്രിയേറ്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് റിഫ്ലക്ടർ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് റിഫ്ലക്റ്റിംഗ് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആണ്. പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടാവുന്ന റിഫ്ലക്ടർ ആ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഷോ ചെയ്യുന്ന റിഫ്ലക്ടർ ഒന്നും കൂടെ എഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ ലാർജ് കമ്പനീസിൻ്റെ ട്രേഡിംഗ് എല്ലാം തന്നെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടോപ്പിക്സ് ബെറ്റർ ആണെന്ന് പറയുന്നത് ജപ്പാനിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ടോപ്പിക്സിനെ പറ്റി ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ടോപ്പിക്സിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ പറഞ്ഞു. പിന്നെ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫ്രീ ഫ്ലോട്ട് അഡ്ജസ്റ്റഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിന് ഹിസ്റ്ററി നോക്കി, ബിഗിൻ ചെയ്തപ്പോഴാണ് നോക്കി, ഒരു ഗ്രാഫ് നോക്കിയിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രീ ഫ്ലോട്ട് അഡ്ജസ്റ്റിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു. പിന്നെ അതുപോലെ സെക്ടർ വൈസ് നോക്കി, ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ നോക്കി, അഡ്വാൻറ്റേജസ്, കാൽക്കുലേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ടോപ്പിക്സിനെ പറ്റി ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോസിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.